മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, യൂട്യൂബ് മീഡിയയുടെ ബിഗ് ബോസ് ടോക്കാണ്. മെല്ലെ പറയാം. നല്ല കനം കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം കനം കൊടുത്താൽ താഴത്തുനിന്ന് ചോർച്ച വരും. മുദ്രയൊക്കെ മുട്ടി നിൽക്കുകയാണ്. ചോർന്നിട്ടില്ല, ചോരാൻ പോകുന്നേ ഓക്കെ. നല്ല കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം ഈ വീഡിയോയിൽ ചിരിക്കാതെ, കനം കൊടുക്കാതെ, നൈസായിട്ട് ലൈറ്റായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാൻ ചിരിച്ചു പോകും. അല്ല, ചിരിക്കാനുള്ളതുണ്ടല്ലോ, ചിരിക്കാനുള്ള വക ഇവിടെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ നീ ചിരിക്ക അല്ല പറഞ്ഞിട്ട് അല്ല. AK-47 ചിരി വരുന്നുണ്ടോ? എന്റെ മോനെ, AK-47 ലോക കോമഡി ആട്ടോ. പുകയില്ലാത്ത അടുപ്പെന്ന് കേട്ടിട്ടുണ്ട്. ഇത് പുക മാത്രം വരുന്ന തോക്കാതെയായിട്ട്. സൗണ്ടും പുകയുണ്ട്, പക്ഷെ വെടി വരുന്നില്ല. വെടിയില്ല. അല്ല, വെടി നല്ലോണം ഉണ്ട്, പക്ഷെ ഉണ്ടയില്ല. വെടി അങ്ങോട്ട് പോകുന്നില്ല. അതെ, എന്താണെങ്കിലും കൊള്ളാം. എന്ത് ശക്തനായ AK-47 ആണിത്. ഭയങ്കര പള്ളിപ്പെരുന്നാളുടെ അവിടുന്ന് വാങ്ങിയ AK-47. എന്നിട്ട് അതിന് പേര് എഴുതി ഒട്ടിച്ചേക്ക് AK-47. അയ്യോ, എന്താ മാസം. ബിഗ് ബോസിനെ ഞെട്ടിച്ച ആളാട്ടോ. അതായത് ബിഗ് ബോസിനെ ഞെട്ടിച്ചെന്നല്ല, ബിഗ് ബോസിനെ ബിഗ് ബോസ് പെട്ടുപോയി, ട്രാപ്പിലായി. ബിഗ് ബോസ് ട്രാപ്പിലായിപ്പോയി. അത് കാര്യം പറഞ്ഞുതരാം. അതായത് ഇവരുടെ സാധനങ്ങളൊക്കെ പണിപ്പുരയിൽ നിന്ന് തിരിച്ചു കിട്ടണം. അപ്പോൾ അതിനൊരു ടാസ്ക് ഉണ്ട്. അത് ആഴ്ചയിൽ 2 തവണ നടക്കുകയുള്ളൂ. അപ്പോൾ അതിൽ ആദ്യത്തെ ടാസ്ക് ഇന്ന് നടന്നു. അപ്പോൾ ഈ ടാസ്ക് കൊടുക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ്. പക്ഷെ അവർക്കിത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇത് വലിയ സംഭവമൊന്നുമില്ല, സിമ്പിളാ. അപ്പോൾ ഇവര് അതിനായിട്ട് 3 ആൾക്കാരെ തെരഞ്ഞെടുത്തു. 2 പേരെ പറ്റുള്ളൂ അല്ലേ? 2 പേരെ പറ്റുള്ളൂ. അതില് 2 പേരില് അത് നോമിനേഷനിൽ വരാത്ത 2 പേര്. അതും പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ അതിലെന്ത് ചെയ്ത് ഇവര് ആദില നൂർ ഉണ്ടല്ലോ, അവരെ തെരഞ്ഞെടുത്തു. അപ്പോൾ 2 ആൾക്കാരായി. ഒരൊറ്റ മത്സരാർത്ഥി 2 ആൾക്കാരായി. പിന്നെ അക്ബറും, അക്ബർ എന്ന് പറയുമ്പോൾ AK-47. അങ്ങനെ ഇവർ 2 പേരും കണ്ടസ്റ്റന്റ് വന്ന് 3 പേരായി. മനസ്സിലാവുന്നുണ്ടോ? 2-ന് 3 ഗുണം കിട്ടി. 3 ഗുണം, 3 വെടി. അപ്പോ എന്ത് ചെയ്ത് ബിഗ് ബോസ് പോലും കരുതി കാണൂല. ഇവരിങ്ങനെ എല്ലാരും കൂടി അതിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്. ഇതാണ് പറഞ്ഞത്, ബിഗ് ബോസ് വരെ ട്രാപ്പിലായി പോയി നമ്മുടെ നീക്കത്തിൽ. 3 പേരാണ് നമ്മള്. ബിഗ് ബോസ് 2 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്താണ് നമ്മൾ 3 പേരെ കൊണ്ടാണ്. അപ്പൊ തന്നെ എവിടുന്ന് ഒരു അശരീരി പോലെ ആരോ ഒരാള് പറയുന്നുണ്ട്, വെറുതെ ബിഗ് ബോസിനെ ഇനി ട്രിഗർ ചെയ്യാൻ നിക്കല്ലേ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വെറുതെ വെല്ലുവിളിക്കാൻ നിക്കണ്ട. കളി അങ്ങ് തുടങ്ങിയപ്പോ ഇതാ കിടക്കണ് 16 സെക്കൻഡ്. അതായത് AK-47 നമ്മൾ ട്രിഗർ വലിക്കാനുള്ള ഒരു സമയം കൊടുക്കണ്ടേ? അതിനുള്ള സമയം പോലും കൊടുത്തിട്ടില്ല ഈ മത്സരത്തിന്. ബിഗ് ബോസ് 16 സെക്കൻഡില് വെറും 16 സാധനങ്ങൾ സെലക്ട് ചെയ്യാം. അത് 675 600 പോയിന്റ് ആയിട്ടാണ്. മുട്ട ഇടാന്നൊക്കെ പറഞ്ഞാണല്ലോ. ശരിക്കും മുട്ട പുറത്തു വന്നില്ല. അതാണ് ആ ധൈര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. മൂത്രം പോകുന്ന സമയം കൊടുത്തിട്ടില്ല, മത്സരിക്കാൻ സമയം കൊടുക്കണല്ലോ. പക്ഷെ AK-47 അവരുടെയൊക്കെ വെടി കൊണ്ടെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ജാതി വെടിയില്ലേ. മാത്രമായി. പക്ഷെ ഒരു രസകരമായിട്ടുള്ള ഒരു സാധനം ആളുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കൗണ്ടർ ചില സമയത്ത് അത് കൗണ്ടർ ചിലത് ഭയങ്കര രസം. അതെ, ശരിക്കും 2 കൗണ്ടർ നല്ല രസമുള്ള സാധനം ഉണ്ടായിരുന്നേ. അതായത് നമ്മുടെ ജസലിനോട് ആള് ഇങ്ങനെ ആളെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ചെന്ന് നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നു. അതിനിടയിൽ ഗുണ്ടകളാണ് എന്നുള്ളൊരു നിങ്ങൾ ഗുണ്ടകളാണെന്നൊക്കെ പറയണേ. അപ്പോൾ അതിനിടയിൽ ജസേൽ പറയണേ, നിങ്ങൾ ഗുണ്ടകളാണെങ്കിൽ ഞാൻ ഗുണ്ടിയാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അനുമോള് തിരുത്തി കൊടുക്കുന്നുണ്ട് ചെവിയില് റൗഡി. അപ്പോ അത് രസമുണ്ട്. ജസേലിന്റെ എനിക്ക് തോന്നുന്നു ഈ ഒരു സംസാരം മലയാളം ഫുള്ള് വരാത്തതും പിന്നെ ആള് ഭയങ്കര ജെന്യൂനുമാണ്. ഓപ്പണായിട്ട് തന്നെ പറയാം. അതിൽ ആ കക്കൂസിലിരിക്കുന്ന സാധനമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അടിച്ചു വാരുന്നതിനെ കുറിച്ച്. അപ്പോൾ ഭയങ്കര ഓപ്പണായിട്ട് ഉള്ളൊരു മൈൻഡാണ് ആള്. അതുകൊണ്ട് തന്നെ നല്ല രസമുള്ള, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആള് ഇത് പറഞ്ഞു കഴിഞ്ഞ് നിർത്തിയോടത്തുനിന്ന് നമ്മുടെ AK-47 പറയണേ, ഞങ്ങൾ അനാഥരാണ്, ഞങ്ങൾ ഗുണ്ടകളല്ല. അതെ, ആ കറക്റ്റ് സമയത്ത് ഈ ഗുണ്ട എന്നുള്ള വാക്ക് എവിടെ കേട്ടാലും ഇപ്പൊ അതേ വരും. മലയാളികളുടെ വായിൽ ആദ്യം വരും ഈ ഡയലോഗ്. സത്യമായിട്ട്. പക്ഷെ അതവിടെ കറക്റ്റ് യൂസ് ചെയ്തു കേട്ടോ. അത് നല്ല രസമായിരുന്നു ആ സമയത്ത്. എന്തായാലും അത് കൊള്ളായിരുന്നു. അത് മാത്രം AK-47 ചില
ചില സാധനങ്ങൾ കൗണ്ടറുകൾ വരുന്നതിൽ മാത്രമേ നമുക്കൊരു നല്ലൊരു രസം തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഒരു ഗെയിമർ എന്ന നിലയിലും പക്ഷെ ഇതൊക്കെ അതായത് ഇവര് തന്നെ എന്താ പറയാ ഉണ്ട നിറച്ച് ഇവര് തന്നെ മരുന്ന് തേച്ച് അതിനുശേഷം വെടിവെക്കുന്നതാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അല്ലാതെ വേറെ ആർക്കുള്ളതല്ല. അവര് തന്നെ അവരുടെ നെഞ്ചത്തേക്ക് പൊട്ടിക്കുന്നുള്ളൂ. സത്യം. എന്താണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അനീഷിനെ മുൻഷി, അത് നമ്മള് കുറച്ച് മുൻപ് പറയാൻ വിട്ടുപോയ കാര്യമാണ്. അതായത് വളരെ വലിയ കണ്ടന്റ് വന്നപ്പോൾ അതിൽ മുങ്ങിപ്പോയ കാര്യമാണ്. അതായത് നമ്മുടെ മുൻഷി രഞ്ജിത്ത് ഉണ്ടല്ലോ, ആള് എന്തിനാ അതിനകത്ത് എന്നുള്ളത് ഇങ്ങനെ തോന്നിപ്പോയ സമയത്താണ് ആള് ചെറുതായിട്ടൊന്ന് പത്തി വിടർത്തിയിട്ടുണ്ട്. അത് മുൻഷി രഞ്ജിത്ത് മാത്രമല്ല, ബാക്കിയുള്ള മെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ എന്തിനാ അതിനകത്ത് നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എല്ലാം മൊണ്ണകളാണ്. അത് വേറെ സത്യം. അത് വേറെ സത്യം. പക്ഷെ അതിനെ മാറ്റുന്ന ഒരു സംഭവമായിരുന്നു മുൻഷി രഞ്ജിത്തിന്റെ അടുത്തുനിന്ന് വന്നത്. അതായത് അനീഷിനെ ശരിക്കും നമ്മുടെ മുന്നിലോട്ടാണ് ശരിക്കും തുറന്നങ്ങ് കാണിച്ചു തന്നെ. അതെ, അതും നല്ല ഡീസന്റ് ആയിട്ട് എല്ലാം വ്യക്തമാവുന്ന രീതിയിൽ. മറ്റുള്ളവര് കാണിക്കുന്ന പോലെ അറ്റാക്ക് ചെയ്തിട്ടുള്ള സാധനം അല്ല കാണിച്ചത്, ഭയങ്കര മാന്യമായിട്ടുള്ള രീതി. അവരും അതിനാ ശ്രമിക്കുന്നത്. മറ്റു മണ്ണകളൊക്കെ അതിനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, തുറന്നു കാണിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അത് അവർക്കായിരുന്നു നെഗറ്റീവായി വന്നത്. എന്നിട്ട് അനീഷിന് ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവര് തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നു, ഇവർക്ക് തന്നെ വിനയായി മാറുക. അങ്ങനത്തെ മണ്ണകളാണ് ആദ്യം ഉണ്ടായത്. അത് എത്ര പറഞ്ഞാലും ആ ചെറിയ കുട്ടി വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്റെ പൊന്ന് ചേട്ടന്മാരെ ഇങ്ങനെയാണ് സംഭവം. ഫാത്തിമ എന്നിട്ട് പോലും മനസ്സിലായി. രന ഫാത്തിമ പറഞ്ഞു കൊടുക്കുന്നത് ആൾക്ക് പ്രായമായിട്ടില്ല എന്നും എക്സ്പീരിയൻസ് ഇല്ല എന്നും ആള് പറയുന്നത് കാര്യമായിട്ട് ഇവരെടുക്കുന്നില്ല, മൈൻഡ് ആക്കണില്ല. പക്ഷെ കിട്ടുമ്പോ ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നുണ്ട്. രനയൊക്കെ പൊളിയാട്ടോ. അങ്ങനെ എന്തായാലും അപ്പൊ എന്തായാലും മുൻഷി രഞ്ജിത്ത് പൊളിച്ചു. അതെ, അത് നല്ലൊരു നീക്കായിരുന്നു അത്. എന്താണെങ്കിലും അതിനുശേഷം ആദ്യമായിട്ട് ബിഗ് ബോസിൽ പട്ടി കുറച്ചു. എന്താ കാര്യം? ഇതുവരെ ബിൻസി കടന്ന് ഉറങ്ങിപ്പോയി. വേറെ പേരെല്ലാം പഠിച്ചു പറഞ്ഞാൽ തന്നെ ഒരു രണ്ടാഴ്ചത്തെ എപ്പിസോഡ് കണ്ടിന്യൂ. ബിൻസിനെ നീ കാണാൻ കിട്ടണ്ടേ, അപ്പോഴല്ലേ പേര് ഓർക്കുള്ളൂ. അതല്ലേ, ബിൻസി ഉറങ്ങിയായിരുന്നു. ഈ ബിൻസി വേറെ ടാസ്കിന്റെ മുന്നേ ഭയങ്കര ആക്റ്റീവായിട്ട് ടാസ്കിന്റെ കാര്യങ്ങളൊക്കെ നിന്നയാളാണ്. ടാസ്ക് കഴിഞ്ഞപ്പോ ആളെ കാണാനല്ല, ആള് നല്ല ഉറക്കം പോയിട്ട്. അല്ലേ, ചെലപ്പോ തോന്നിക്കാണു എന്തായാലും അതിനകത്തൊന്നും കിട്ടിയില്ല, ഉറക്കെങ്കിലും കിട്ടട്ടെ, തുണി പോലും ഇല്ല. പിന്നെ എന്താ ഉറങ്ങി കഴിഞ്ഞാ എന്താ ഇനിയിപ്പോ ഇട്ടതും കൂടി ഊരി വാങ്ങോ ആന്ന് കാണട്ടെ ധൃതി ഉണ്ടാവും. ഞാനേ ഇന്നലെ പറഞ്ഞില്ലേ, ഇവർക്ക് ഡ്രസ്സ് കൊടുക്കൂല. അവര് ആ ഡ്രസ്സിൽ തന്നെ നിക്കണം. ഇവർ 2 ദിവസമായിട്ട് മറ്റവരൊക്കെ മറ്റേ പേരാണെങ്കിൽ എന്റെ പൊന്നട കളിയാ. രൂപത്തെ കുറിച്ച് നമ്മുടെ ഹിന്ദി ജിസേല്. അതുകൊണ്ടാണല്ലോ അത് നല്ലൊരു ഇതായിട്ട് കണ്ടന്റ് ആയിട്ട് തന്നെ ആളെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് ആരെങ്കിലും വർത്താനം പറഞ്ഞു വന്നാൽ അപ്പൊ പറയും പോയി കുളിക്കുന്നു, ആ ഡ്രസ് മാറാനും ഇല്ല, ഈ ഡ്രസ് തന്നെ ഇടവും വേണം. അത് വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. നാറ്റക്കേസൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നാറ്റക്കേസും ഷെഡി കേസും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അത് പറയാതെ നിക്കുന്നതാണ്. എല്ലാം ഉണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. എല്ലാം നടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഇന്നിപ്പോ ടാസ്കിന്റെ ഇടയ്ക്ക് കിട്ടിയ ആ ടൈമിന്റെ ഉള്ളില് അവർക്ക് ആ ബാസ്ക്കറ്റിൽ ഇടാൻ പറ്റിയില്ല. സാധനം എടുത്തുകൊണ്ട് വന്നത് പുറത്ത് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കൊണ്ട് ഇടണം എടുത്ത സാധനങ്ങൾ. 16 സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ ടൈം. അതിന് മുന്നേ സമയം കഴിഞ്ഞു, കിട്ടിയ സാധനം കൂടി തിരിച്ചു കൊണ്ടുപോയി. ബിഗ് ബോസ് എന്ത് ചെയ്ത് ഇനി അതുമില്ല. അല്ലേ, ചെയറിലിരുന്നിട്ടേ കാല് കയറ്റി വെച്ചിട്ട് ഒരു സിഗരറ്റും കത്തിച്ച് വലിച്ചു പിടിച്ചിട്ടേ ഇപ്പൊ എങ്ങനെ ഉണ്ടടാ, ആരാണ് എന്നെയാണ് മറ്റേ സാധനം മാസ് സാധനം. ശരിക്കും എന്താണെങ്കിലും പോയിക്കോ, പെട്ടെന്ന് പോയിക്കോ, എന്റെ മുഖമൊക്കെ വാടി തുടങ്ങുന്നുണ്ട്.